നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നത് ദുബായിൽ വ്യാപകമാകുന്നു. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇത്തരത്തിൽ ഇവരുടെ പിടിയിലായിട്ടുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സിൽ പങ്കാളിയാകാൻ പണം നിക്ഷേപിക്കുകയും ചെയ്തു. പലരും പണം നൽകിയതിന് മതിയായ തെളിവുകളില്ല. ഇതിനാൽ തന്നെ നിയമ നടപടി സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ്. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്കും പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തട്ടിപ്പിന് നേതൃത്വം നൽകിയവരിൽ മലയാളികളും ഉണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. രേഖാമൂലമുള്ള കരാർ ഇല്ലാത്ത പങ്കാളിത്ത ബിസിനസ്സിൽ പണം മുടക്കിയാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടി. പണം കൊടുത്തതിന് രേഖകൾ ഇല്ലാത്തതിനാൽ നിയമ നടപടിക്ക് പോകില്ലെന്ന ബോധ്യമാണ് തട്ടിപ്പുകാരുടെ തുറുപ്പുചീട്ട്. പഴം, പച്ചക്കറി വ്യാപാരം, റെസ്റ്റോറന്റ് തുടങ്ങിയ ചെറുകിട ഇടത്തരം ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ടെന്നും പ്രതിമാസം നിശ്ചിത തുക നിങ്ങൾക്ക് നൽകുമെന്നുമായിരുന്നു ഇവർ ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 വർഷത്തിന് ശേഷം പണം പിൻവലിക്കാമെന്ന ഒരു അവസരം കൂടി ഇവർക്ക് നൽകിയിരുന്നു. എന്നാൽ അവസാനം ലാഭം നൽകിയില്ലെന്ന് മാത്രമല്ല, നൽകിയ പണവും പലർക്കും നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ചിലർക്ക് ഗഡുക്കളായി വർഷങ്ങൾക്ക് ശേഷം പണം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നുണ്ട്. തട്ടിപ്പിന് നേതൃത്വം നൽകിയവരിൽ മലയാളികളും ഉണ്ട്. പണം വാങ്ങുമ്പോൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ പറയും. എന്നാൽ 6 മാസം കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ലാഭവിഹിതം തരും എന്ന് പറഞ്ഞാണ് പണം വാങ്ങുന്നത്. അത് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചാൽ ലാഭമില്ല എന്ന ഉത്തരമായിരിക്കും ഇവർ നൽകുക. പിന്നീട് കൊടുത്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. നിക്ഷേപ തുക തിരിച്ചു തരാൻ പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞു തരാമെന്ന ഉത്തരമായിരിക്കും ഇവർ നൽകുക. വിടാതെ പിന്തുടർന്നാൽ 1000-ഓ 2000-ഓ നൽകും. ഈ സമയത്ത് തന്നെ മറ്റു പലരോടും ഇവർ പണം വാങ്ങിക്കഴിയും. എത്ര പേർക്ക് ഇതിൽ നിക്ഷേപം ഉണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇവർ വിശദീകരിക്കില്ല. ഒരിക്കലും ഇക്കാര്യങ്ങൾ അവർ പരസ്യപ്പെടുത്തിയിരുന്നില്ല. പണം കൊടുത്തതിന് രേഖകൾ ഇല്ലാതെ നിരവധി മലയാളികളാണ് നിയമ നടപടികൾക്ക് പോകാനാകാതെ കുടുങ്ങിയിരിക്കുന്നത്. ഇത്തരക്കാരുടെ ചതിയിൽപ്പെടാതെ പ്രവാസികൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.